മിഹ്ജൻ ഇബ്നുൽ അദ്റ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസായിയും അഹ്മദും നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ പ്രവേശിച്ചു. അപ്പോൾ ഒരു വ്യക്തി നിസ്കരിച്ച അവസാനം തശഹുദ് നിർവഹിക്കുകയാണ്. ആ തശഹുദിൽ അദ്ദേഹത്തിൻ്റെ ദുആവചനം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് ബിഅന്നകൽ വാഹിദുൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്നാണ്. അദ്ദേഹം ഈ ദുആ ചെയ്തു. ഇതിനർത്ഥം, അള്ളാഹുവെ ഞാനിതാ നിന്നോട് യാചിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്, എന്താണ് യാചിക്കുന്നത്? യാ അല്ലാഹ്, അള്ളാഹുവെ ബി അന്നകൽ വാഹിദുൽ അഹദുസ് സമദ്, നീ തീർച്ചയായും അൽ വാഹിദാകുന്നു, അൽ അഹദാകുന്നു, അസ്സമദാകുന്നു, ഏകൻ, അതുല്യൻ, പരാശ്രയമുക്തൻ, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടില്ലാത്ത, ആരെയും ജനിപ്പിച്ചിട്ടില്ലാത്ത, അവന് തുല്യമായി യാതൊരാളുമില്ലാത്ത അള്ളാഹുവെ ഞാനിതാ നിന്നോട് യാചിക്കുന്നു. എന്ത്? അൻ തഗ്ഫിറ ലി ദുനൂബി, നീ എൻ്റെ പാപങ്ങൾ എനിക്ക് പൊറുക്കണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, തീർച്ചയായും നീ ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാണല്ലോ. ആ വ്യക്തി തശഹുദിൽ ഈ ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹ് സലാസ മറാത്ത്, അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടു എന്ന് 3 തവണ ആവർത്തിച്ച് പ്രതികരിച്ചു എന്നാണ്. അൽ വാഹിദ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നതുപോലെ തിരുഹദിയിലും വന്നതിൻ്റെ ഒരു ഉദാഹരണവും ഒരു ചരിത്രവുമാണ് ഇവിടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്.